ഹായ് സുഹൃത്തുക്കളെ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ EMRS സ്കൂളുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. ഒക്ടോബർ 23 വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പരീക്ഷയുടെ ഡേറ്റ്, ടയർ 1ന്റെ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. EMRSന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ടയർ 1 എക്സാമിനേഷൻ എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഡിസംബർ 13, ഡിസംബർ 14, ഡിസംബർ 21 ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടായിരിക്കും ഈ പരീക്ഷ നടക്കുക. അത് എന്താണ്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ ശേഷം പബ്ലിഷ് ചെയ്യുമെന്ന് EMRS പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഈ കഴിഞ്ഞ സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ 2 ടയറുകളായിട്ടാണ്, 2 ഘട്ടങ്ങളായിട്ടാണ് EMRS പരീക്ഷ നടക്കുന്നത്. ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്. ടയർ 1 പാസ്സാവുന്നവർക്കാണ് ടയർ 2 എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുക. പ്രത്യേകിച്ചും PGT, TGT, അതുപോലെ PRT അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ടയർ 1 പരീക്ഷകൾ ഈ 3 ദിവസങ്ങളിലായിട്ട് 13-ാം തീയതി, 14-ാം തീയതി, 21-ാം തീയതി ഡിസംബർ മാസത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് EMRS അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അധിക സമയം നമ്മുടെ മുന്നിലില്ല. ടയർ 1 എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ജനറൽ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് PGTയുടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. EMRS PGTയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ. അതിനകത്ത് ടയർ 1 എന്ന് പറഞ്ഞാൽ ജനറൽ പാർട്ടാണ്. ന്യൂമറിക്കൽ എബിലിറ്റി, അതുപോലെ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ഹിന്ദിയുടെ, ഇംഗ്ലീഷിന്റെയും എലമെന്ററി നോളജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടയർ 1ലാണ് വരുന്നത്. ഈ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ഈ കൊമേഴ്സ്, ഈ സബ്ജക്റ്റുകൾക്കാണ് I+ൽ കോച്ചിങ് ഉള്ളത്. അതുപോലെ മറ്റ് സബ്ജക്റ്റുകൾക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സബ്ജക്ട് പാർട്ട് വരുന്നത് ടയർ 2ലാണ്. അപ്പോൾ ടയർ 1 പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടയർ 2 എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ടയർ 2 അധികം വൈകില്ല. ഇപ്പോൾ ഡിസംബറിൽ ടയർ 1 നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ, ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചിൽ നമുക്ക് ടയർ 2 പ്രതീക്ഷിക്കാം. അപ്പോൾ പഠിക്കുന്നവർ സബ്ജക്റ്റും അതിനൊപ്പം തന്നെ ചേർത്ത് പഠിച്ചു പോവുക. ടയർ 1ന് കൂടുതൽ ഇമ്പോർട്ടൻസ്, ജനറൽ പാർട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് പഠിക്കുക. ഇപ്പോൾ അങ്ങനെ പഠിക്കുക. കുറച്ചുകൂടെ മുന്നോട്ട് ടയർ 1 പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ സബ്ജക്റ്റിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ടയർ 2ന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. എക്സാം ഡേറ്റ്, EMRSന്റെ എക്സാം ഡേറ്റ് 13, 14, 21 തീയതികളായിട്ട് ഡിസംബറിൽ നടക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ PGTയുടെ എന്താണ്, നിങ്ങൾക്ക് PG ഉണ്ടെങ്കിൽ, B.Ed ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ പർട്ടിക്കുലർ സബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. EMRSന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. കോച്ചിങ് ആവശ്യമാണെങ്കിൽ PGTയുടെ കോച്ചിങ് I+ൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് താഴെ കാണുന്ന ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.